മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തൽക്കാലത്തേക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. അങ്ങനെയെങ്കിൽ നമ്മുടെ മുനമ്പംകാർക്ക് എന്തൊക്കെ വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്, എന്തൊക്കെയായിരിക്കും ഇതിന്റെ അനന്തരഫലം? നമ്മുടെ പാർലമെന്റ് ഇപ്പോൾ മുനമ്പം വിഷയമല്ല, മൊത്തത്തിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്തല്ലോ. അപ്പോൾ ഭേദഗതി ചെയ്തിട്ട് അതിന്റെ പുതിയ ഇപ്പോൾ പ്രസിഡന്റ് ഒപ്പിട്ട് കഴിയുമ്പോൾ പിന്നെ അതിന്റെ റൂൾസും ചട്ടങ്ങളും ഒക്കെ വന്ന് അതൊന്ന് നിയമമായി വരണം, പ്രാബല്യത്തിൽ വരണം, കമ്മിറ്റികൾ സ്ട്രോങ് ആവണം. അതൊരു ടൈം എടുക്കും, ഒരു കുഷൻ ടൈം ഉണ്ടാകും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇത് മുൻകാല പ്രാബല്യത്തോട്, ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സെയിലാണ്. മുൻകാല പ്രാബല്യത്തോടു കൂടി ഇത് ആ സെയിലുകളെല്ലാം പിന്നെ എല്ലാവും എന്താണ് ഒഫീഷ്യൽ അല്ലാതെ മാറും, ലീഗൽ അല്ലാതെ മാറും എന്ന് പറയുമ്പോഴാണ് മുനമ്പംകാർക്ക് ഒരു സാധ്യത വരുന്നത്. അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഇപ്പോഴും നിൽപ്പുണ്ട്. പക്ഷെ അതിനിടയിലാണ് ജുഡീഷ്യൽ കമ്മീഷനെ ആദ്യം കോടതി വേണ്ട, എനിക്കോ സിംഗിൾ ബെഞ്ച് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡിവിഷൻ ബെഞ്ച് വേണമെന്ന് പറയുന്ന പോകുന്നു. ഇത് കഴിഞ്ഞാൽ ഇനിയും കിടപ്പുണ്ട് സുപ്രീം കോടതി. മാത്രമല്ല മുനമ്പം കേസ് ഇപ്പോൾ പാർലമെന്റിൽ പാസ്സാക്കിയ വഖഫ് നിയമത്തിനെതിരെ ആൾറെഡി കോൺഗ്രസ് മൂവ് ചെയ്ത് കഴിഞ്ഞു, ലീഗുകാർ മൂവ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഇത് കുറച്ചു കാലം ഒരു നിയമ പ്രശ്നമായി കിടക്കും. സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 600 കുടുംബം എന്ന് പറയുന്ന ഒരു 3000-ഓളം ആളുകൾ ഒരു 4-5 തലമുറയിൽപ്പെട്ട കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ നോക്കുമ്പോൾ 4-5 തലമുറയിൽപ്പെട്ട ആളുകൾ കഷ്ടപ്പെടുകയാണ്. കടൽ തീരം അവർ കാശ് കൊടുത്ത് മേടിച്ചതാണ്, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ പൈസ കൊടുത്ത് ഫറൂഖ് കോളേജിൽ നിന്ന് മേടിച്ച വസ്തുവാണ്. അത് അവർക്ക് കൊടുക്കാനുള്ള ഒരു സാമാന്യ യുക്തി കാണിക്കണ്ടേ? മനുഷ്യരായിട്ടുള്ളവർ കാണിക്കണം. മാത്രമല്ല വഖഫ് ഭൂമി അത് അതിനകത്തൊരു ഈ വഖഫ് ഭൂമി ഇവർക്ക് കൊടുത്തല്ലോ, ആർക്ക് നമ്മുടെ ഫറൂഖ് കോളേജിന് കൊടുത്തല്ലോ. ഫറൂഖ് കോളേജ് വിൽക്കുന്നതിന് മുമ്പ് ഒരു തമാശയുണ്ട്. അതിനകത്ത് കുറെ സ്ഥലം കടലെടുത്ത് പോയി. ആർക്കും വേണ്ടാത്ത പോലെ ഫറൂഖ് കോളേജുകാർ യാതൊന്നും ചെയ്യാതെ ആർക്കും വേണ്ടാത്ത പോലെ മിച്ചഭൂമി പോലെ, അതായത് ഒരു വേസ്റ്റ് ലാൻഡ് പോലെ ഇട്ടുന്ന സ്ഥലമാണ് പാവങ്ങൾ വാങ്ങിച്ച് അവിടെ താമസം ആരംഭിച്ച് അവരവിടെ തൊഴിലുമൊക്കെ ചെയ്ത് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ വളരെ കഷ്ടമാണ് അവരവിടെ ചെയ്യുന്നത്. വഖഫ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വഖഫ് എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കലാണല്ലോ. അപ്പോൾ അത് പിന്നെ ദാനം കൊടുക്കുന്ന വസ്തു അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്തിനുപയോഗിച്ചുകൂടാന്നൊക്കെ അതിനകത്ത് കാര്യമുണ്ട്. അത് സ്വതന്ത്രമായി കൊടുക്കുന്നത്. വഖഫ് ഭൂമി അല്ല എന്നുള്ളൊരു വഖഫ് ഭൂമി ആണെങ്കിൽ ഇതാവാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്ക് വിൽക്കാൻ പറ്റത്തില്ല, ഡീഡില്ല. ഇവർക്ക് വഖഫ് എന്ന് പറയാൻ പറഞ്ഞാലും മതി. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്തറിയാവും, പറഞ്ഞാലും മതി, എഴുതി കൊടുക്കണമെന്നില്ല. ഇപ്പൊ എന്റെ സ്വത്ത് അല്ലെങ്കിൽ രഞ്ജിനിയുടെ സ്വത്ത് നാളെ രാവിലെ, മുസ്ലിം ആണെങ്കിൽ നാളെ രാവിലെ തോന്നുകയാണ് എനിക്ക് ഇതൊന്നും വേണ്ട, ഇനിയിപ്പോൾ അത് അള്ളാഹുവിന് കൊടുക്കുകയാണ് എന്നൊരു അമ്പലത്തിന് കൊടുക്കുമെന്ന് പറയുമ്പോൾ തോന്നി കഴിഞ്ഞാൽ ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നത് പോയി പറഞ്ഞാലും മതി എന്നാണ്, അത് റെക്കോർഡ് ചെയ്താലും മതി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വേറെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്തുള്ള. എന്നെപ്പോലുള്ളവർ കാണുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു 700 വർഷം മുസ്ലിംസ് ഈ രാജ്യം ഭരിച്ചിരുന്നു. 2000-ഓളം വർഷം എല്ലാവരും കൂടി ഭരിച്ചിരുന്നു. അതിൽ ബ്രിട്ടീഷുകാർ ഒഴിച്ച് ബാക്കി എല്ലാ രാജാക്കന്മാരും പലരും. അതിൽ പലരുടെയും ഡൈനാസ്റ്റികൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ പോർച്ചുഗീസുകാർ കുറച്ച് പേർ ഇവിടെ ഉണ്ട്, ഗോവയിലുണ്ട്, നമ്മുടെ പോണ്ടിച്ചേരിയിൽ കുറച്ച് പേരെല്ലാം ഇവിടെ ഉണ്ട്. അവരെല്ലാം നാളെ വന്നിട്ട് ഇത് ഞങ്ങളുടെ ഭൂമിയായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് വരത്തില്ലേ? അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടാണ്. തിരിച്ച് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഇവരെല്ലാം വരുന്നതിന് മുമ്പ് ഹിന്ദുക്കൾക്ക് ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ ഹിന്ദുക്കളെല്ലാം പറയുന്നത് ഞങ്ങളുടേതാണ് ഭൂമി എന്ന് പറഞ്ഞാലൊക്കെ വളരെ അപ്രായോഗികമായ രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ചില തീരുമാനങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ സോവർണിറ്റിയിൽ വന്നത്. അതിനു മുമ്പുള്ള എല്ലാ ഡീഡുകളും എന്താണ് തള്ളിക്കളയണം, അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, റിപ്പബ്ലിക്കിൽ അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കാര്യം അതാണ്. പക്ഷെ എന്നിട്ടും ഇതുപോലത്തുള്ള കൂടാകുരുക്കൾ വന്നിരിക്കുന്നു. ഇതിനിടയ്ക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇന്ത്യൻ സൈന്യവും നമ്മുടെ റെയിൽവേ ഒഴിച്ചാൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫ് ബോർഡിൽ എന്ന് പറയും. 10 ലക്ഷത്തോളം ഹെക്ടർ ഭൂമി അവരുടെ കൈവശം ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റ് പല സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം വഖഫ് ചെയ്ത സ്ഥലങ്ങളാണെന്ന് പലരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ട് വരിക. കോഴിക്കോട് ഒരു പോസ്റ്റ് ഓഫീസ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു. പോസ്റ്റ് മാസ്റ്റർക്ക് കത്ത് കൊടുത്തിരിക്കുന്നു വഖഫ് ബോർഡ്. അയാൾ എന്ത് ചെയ്തു? അയാൾ വാടകയ്ക്ക് എടുത്തു എന്നുള്ള. ഈ കെട്ടിടത്തിന് വാടകയ്ക്ക് ഇരുന്നു. ഈ കെട്ടിടത്തിന്റെ ഉടമകൾ തമ്മിൽ വഴക്കുണ്ടായി കെട്ടിടം വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ചാനലിന് എബിസിയുടെ മേധാവിക്ക് കത്ത് തന്നെ എങ്ങനെ ഇരിക്കും? കേസിൽ പ്രതിയാക്കി എങ്ങനെ ഇരിക്കും? അത്ര വികലമായ ഒരു നിയമവും ഒക്കെയാണ്. നമ്മൾ ഭരണഘടനയ്ക്ക് മുകളിലല്ലോ, ഭരണഘടനയ്ക്ക് താഴെയാണ് എല്ലാവരും എന്ന് പറയുകയും CRPC ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ് CRPCയുടെ താഴെയാണ് നമ്മളെന്നൊക്കെ പറയുകയും പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന് മാത്രമായി ഇങ്ങനെ ഒരു നിയമം വരികയും, അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ വളരെയധികം അപ്രായോഗികമായ കാര്യങ്ങളുണ്ട്. ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവരൊരു കമ്മീഷനെ വെച്ചു. ചിലപ്പോൾ കമ്മീഷൻ 6 മാസം, ഇതിപ്പോ കമ്മീഷനെ വെച്ചിട്ട് 6 മാസത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ അതിപ്പോ നടക്കാത്ത കേസാണ്. പക്ഷെ സർക്കാർ പറയുന്നത് മുനമ്പംകാർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ വേണം എന്നൊരു ശുപാർശയും കൂടിയുണ്ട്. പക്ഷെ അത് എത്രമാത്രം
എങ്ങനെയാണ് മുൻപംകാർക്ക് അനുകൂലമായ വഖഫ് ബോർഡുകാർ കൊടുക്കുമോ ഈ വസ്തു? വഖഫ് നിയമം, ഇപ്പോഴത്തെ നിയമം, ഇപ്പൊ പാർലമെന്റിൽ നിയമം പാസ്സായതോടെ അത് പോയി, ആ നിയമം പോയി. അതുകൊണ്ട് ഇനിയും എന്താണ് ഡിസ്പ്യൂട്ട് വരും. ഇപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒന്നുകിൽ വഖഫ് ബോർഡ് അല്ല ഇപ്പൊ കൈവശിരിക്കുന്ന ആളുകൾ വഖഫ് ബോർഡിന്റെ നിന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന വസ്തുക്കൾ അവരെന്ത് ചെയ്യണം? അവർ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം. അവർ എല്ലാ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ പേപ്പർ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഭൂമിയാണ്, ആ ക്ലെയിം അവരെന്ത് ചെയ്യണം? പിൻവലിക്കണം. അപ്പൊ ഇവർക്ക് ഇതാകും, റവന്യൂ പ്രകാരം ഇവർക്കാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ ഫറൂഖ് കോളേജുകാർ ഇത് ഇടപെട്ട് വാങ്ങിക്കൊടുക്കണം. അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? മറ്റേ കേസ് അവരത് തള്ളിക്കളഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കണം. ഇത് ആരാ വാങ്ങിക്കൊടുക്കുന്നത്? ഇനി ഗവൺമെന്റ് ഇത് ജുഡീഷ്യൽ കമ്മീഷൻ വന്നെന്ന് പറയുക, ജുഡീഷ്യൽ കമ്മീഷൻ ഒരു തീരുമാനം പറഞ്ഞാലും വഖഫ് ബോർഡ് എവിടെ പോകും? വഖഫ് ബോർഡ് അല്ല, അതിന്റെ ആളുകൾക്ക് എവിടെ പോവാം? കോടതി പോവാം. പക്ഷേ ഈ നിയമം കൂടി വന്നതുകൊണ്ട് ഇനി കുറച്ചുകൂടെ കുരുന്നു. പുതിയ നിയമ ഭേദഗതി വന്നല്ലോ. നിയമ ഭേദഗതി വന്നതുകൊണ്ട് ഇനിയിപ്പോ കേസിന് ഇപ്പൊ കളക്ടർ, പിന്നെ ചീഫ് സെക്രട്ടറി, ഭരണ സംവിധാനത്തിലുള്ളവർ, ജുഡീഷ്യൽ സംവിധാനത്തിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം? ഈ ഡിസ്പ്യൂട്ടുകൾ കേൾക്കാനും തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ട് ഇതൊരു സമവായത്തിൽ തീരുന്നില്ല? 600 കുടുംബങ്ങൾ, ഇവിടുത്തെ മുസ്ലിം ലീഗുകാരും വഖഫ് ബോർഡിന്റെ ആളുകളും എല്ലാവരും കൂടി ഒരു സമവായത്തിൽ ഇരുന്നോട് എന്തുകൊണ്ട് ആ ഭൂമി അവിടെ കൊടുക്കുന്നില്ല അവർക്ക്? ഇനി അത് പള്ളിക്കുള്ള സ്ഥലമാണോ? പള്ളി കെട്ടാൻ പോണ സ്ഥലം ഒന്നും അല്ലല്ലോ, ഒരു കടൽ തീരമല്ലേ, അത് വേറെ ഒന്നും അവിടെ ചെയ്യാനില്ലല്ലോ. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ വേസ്റ്റ് ലാൻഡ് പോലെ കിടക്കുന്ന സ്ഥലം, പക്ഷെ അതൊരു മതത്തിന്റെയും അല്ലെങ്കിൽ 2 മതത്തിന്റെയും പേര് പറഞ്ഞ് അത് വളരെ കൃത്യമായി അതിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സമൂഹം നന്നായി ശ്രമിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസും പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? അത് ഡിവൈഡ് ചെയ്ത് നിർത്തി തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഒരു സൊല്യൂഷനിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ജുഡീഷ്യൽ കമ്മീഷൻ വന്നാലും അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ച് തുടങ്ങിയാലും ഇതൊരു സൊല്യൂഷനിലേക്ക് പോകുമെന്നുള്ളത് വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് തന്നെ പോകും. മാത്രമല്ല കോൺഗ്രസ് ഇനിയിപ്പോ സുപ്രീം കോടതിയിലേക്ക് അവർ ഹർജി നൽകാതിരിക്കുകയാണ്. പക്ഷെ ഒരു കണക്കിന് ഈ ഒരു വഖഫ് ഭേദഗതി ബില്ല് വന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും. കാരണം പറഞ്ഞാൽ പഴയത് ഒരു പ്രധാന പക്ഷെ ഇനി കൊടുക്കുന്നത് ഓക്കെ, ഇനി കൊടുക്കുന്ന വസ്തുക്കൾ നോക്കി കൊടുക്കാന്ന് പറയാം. പഴയത് പറയുന്ന ക്ലെയിം ചെയ്താൽ എങ്ങനെയാ ശരിയാവുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് വഖഫ് ചെയ്തതാണെന്ന് വഖഫ് ബോർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി രേഖകൾ എടുത്തുകൊണ്ട് വന്നാൽ അത് ശരിയാവുന്നത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. കാരണം അതിനുശേഷം തലമുറകൾ കഴിഞ്ഞ് താമസിച്ച് തുടങ്ങിയല്ലോ ആളുകൾ. അപ്പൊ അത് സംഘർഷത്തിലേക്ക് പോവുകയുള്ളൂ. അല്ലെങ്കിൽ നിലവിലുള്ള നിയമം വെച്ചുകൊണ്ട്, നിലവിലുള്ള രീതി വെച്ചുകൊണ്ട് പിന്നെ പുതിയത് ആരെങ്കിലും വഖഫ് ചെയ്യുകയാണെങ്കിൽ, പുതിയതായ വസ്തുക്കൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ അത് വഖഫ് ബോർഡ് നോക്കട്ടെ. പക്ഷെ ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? പഴയത് എടുത്തോണ്ട് വരികയാണ്. അപ്പൊ പഴയത് എടുത്തോണ്ട് വരുമ്പോൾ കാശ് കൊടുത്ത് മേടിച്ചതാണെന്നേ. ആളുകൾ കാശ് കൊടുത്ത് മേടിച്ച്, അധ്വാനിച്ച് പൈസ കൊടുത്ത് മേടിച്ച്. നമ്മൾ ഒരു കാര്യം ആലോചിച്ചിട്ട്, ഒരു മത്സ്യത്തൊഴിലാളിയോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർ ഒരു പുരുഷായുസ് കൊണ്ടായിരിക്കും എന്ത് വാങ്ങുന്നത്, വസ്തു വാങ്ങുന്നത്. മറ്റൊരു പുരുഷായുസ് കൊണ്ടായിരിക്കും അവർ വീട് വെക്കുന്നത്. മുൻപങ്കാരുടെ തന്നെ വിഷയം എടുക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ അവരൊരു താമസിച്ചു. അപ്പൊ ഈ വഖഫ് ബോർഡോ ഇതിന് വേണ്ടുന്ന ആൾക്കാർ അന്നേരം ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യൊന്നും ചെയ്യില്ല. തലമുറ 5-6 കഴിഞ്ഞു, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, അവർ നിർഭാഗ്യവശാൽ മറ്റൊരു വിഭാഗമായിപ്പോയി. പക്ഷെ സുപ്രീം കോടതി ഒരു അനുകൂലമായിട്ട് വരത്തില്ലേ? ഇപ്പൊ പാർലമെന്റ് പാസ്സാക്കിയ ബില്ലിനോട് ഒരു അനുകൂലമായിട്ട് ഒരുപാട് ഇപ്പൊ CIA കാര്യം, പിന്നെ 370 ആർട്ടിക്കിൾ റദ്ദാക്കിയ കാര്യം, അയോധ്യ രാമക്ഷേത്രത്തിന്റെ കാര്യം, അങ്ങനെ ഇപ്പൊ മോഡി ഗവൺമെന്റ് കൊണ്ടുവന്ന എല്ലാറ്റിന്റെ പേർക്ക് പോയിരുന്നു, കേസ് പോയിരുന്നു. പക്ഷെ അതെല്ലാം തള്ളി. അതുകൊണ്ട് പാർലമെന്റ് പാസ്സാക്കിയ നിയമം വർഷങ്ങൾ എടുക്കും. അതെ, പക്ഷെ അത് സമയം എടുക്കും. പാർലമെന്റ് പാസ്സാക്കിയ നിയമം ആയതുകൊണ്ട് അത് ചിലപ്പോ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെതായ ഒരു സമയമെടുക്കും എന്നുള്ളതാണ്. അതുവരെ ഈ പാവങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്.